എസ്.എൻ. ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ചേർത്തല എസ്.എൻ. കോളേജിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീനാരായണ ട്രസ്റ്റിന്റെ 2025-26 വർഷത്തിൽ 143.79 കോടി രൂപയുടെ ബഡ്ജറ്റിന് 72ാമത് വാർഷിക പൊതുയോഗം അംഗീകാരം നൽകി. ആശുപത്രികളുടെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി 43.5 കോടി വകയിരുത്തിയിട്ടുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി 14 കോടിയും കോളേജുകൾക്ക് 8.5 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ചേർത്തല ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. നമ്മുടെ കൊണ്ടുപോകില്ല, പങ്കിട്ട് കുറേയൊക്കെ പങ്കിട്ട പോലെ ഈഴവന്റെ സീറ്റുകൾ മറ്റുള്ളവരെല്ലാം പലതും കൊണ്ടുപോയി ഈഴവ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഒരു പങ്കാളിത്തമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് ആദർശം ഇവിടെ ഇല്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വന്നപ്പോൾ യഥാർത്ഥമായ ജനാധിപത്യം ഇവിടെ ഇല്ലാതായി. ഇവിടെ മതാധിപത്യത്തിന് കീഴടങ്ങി സംഘടിതവാദിക്കുന്ന മതങ്ങൾ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. അവർ മാർഗം ചെയ്യുന്നു. വോട്ടും ഞങ്ങളാണ്. പക്ഷെ നമ്മൾ പറയാൻ കാരണമാണ്, നമുക്ക് ഈഴവനാണെന്ന് പറയാൻ കാരണമാണ്. ഞങ്ങൾ ഈഴവർ കൂടുതലുണ്ടതുകൊണ്ട് ഞങ്ങളുടെ ഒരാളായിരിക്കണമെന്നും നമ്മളൊരിക്കലും പറയലാണ്. നമ്മൾ മതേതരവാദികളാണ്. മതേതരവാദികൾ എവിടെ കിടക്കുന്നു, മതം പറഞ്ഞവരെവിടെ കിടക്കുന്നു എന്ന് വർത്തമാന കാലത്ത് നിങ്ങൾ ചിന്തിക്കണമെന്ന് എനിക്ക് അപേക്ഷിക്കുന്നു. ചെയർമാൻ ഡോക്ടർ എം.എൻ. സോമൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഡോക്ടർ ജയദേവൻ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ എ.വി. ആനന്ദരാജ്, മോഹൻ ശങ്കർ, എ. സോമരാജൻ, കെ. പത്മകുമാർ, അശോക പണിക്കർ, പി.എൻ. നടരാജൻ, ബിനീഷ് പ്ലാത്താനത്ത, പി. സുന്ദരൻ, ഗോപിനാഥ് പാലക്കാട്, സി.ബി. രാജേന്ദ്രൻ, അജി എസ്.ആർ.എം, സംഗീത വിശ്വനാഥൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് A.N. രാജൻ ബാബു, ഓഡിറ്റർ അബ്ദുൾ റഹീം എന്നിവർ പങ്കെടുത്തു. വിൻമീഡിയ, ചേർത്തല.